ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഓട്ടോടെക് അഡ്വഞ്ചേഴ്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ അൾട്രാവയലറ്റ് F77 Mac 2 എന്ന പുതിയ സ്പോർട്സ് ബൈക്കാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് അൾട്രാവയലറ്റ് ആണ്. ഓക്കെ, ഏകദേശം ഒരു 2 വർഷം ബാക്കാണ് അൾട്രാവയലറ്റ് അവരുടെ ആദ്യത്തെ F77 ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്ന F77 Mac 2 ആണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഇന്ന് നമുക്ക് അപ്പോൾ ഈ Mac 2ൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന് അതിനെ ഇത്രയും പ്രോപ്പർ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കിലേക്ക് മാറ്റിയത് അൾട്രാവയലറ്റ് ആണ്. ഓക്കെ, അൾട്രാവയലറ്റ് F77 ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത് ഏകദേശം 2 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിൽ നിന്ന് ഒരു പുതിയ അപ്ഡേറ്റ്, ആളുകളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് ഇനി വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് നന്നാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഈ ഇരിക്കുന്ന Mac 2. ഓക്കെ, അൾട്രാവയലറ്റ് ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്ക് മാത്രമല്ല ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സും നമ്മൾ മാസീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ഫിഗേഴ്സാണ്. ഏകദേശം 40.2 bhp പീക്ക് പവറും ഏകദേശം ഒരു മാസീവായിട്ടുള്ള 100 Nm ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 100 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു 400cc ഏതെങ്കിലും വേറൊരു ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 35 to 42 Nm ടോർക്ക് വരെയൊക്കെയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ വലിയൊരു ഫിഗറായ 100 Nm ടോർക്ക്, അതും ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലെ അല്ല. ഈ 100 Nm ടോർക്ക് നമുക്ക് ഓൺ ദി ഗോയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്നാൽ തന്നെ യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഒരുപാട് ഇലക്ട്രോണിക് എയ്ഡ്സും ഇത്രയും പവറിനെയും ടോർക്കിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അൾട്രാവയലറ്റ് നമുക്ക് ഈ വണ്ടിയിൽ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതെടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് ഈ റേഞ്ച് ആങ്സൈറ്റി. അപ്പോൾ ഇതിന് മുമ്പിറങ്ങിയ അൾട്രാവയലറ്റ് F77 വെച്ച് നോക്കുമ്പോഴേക്കും ഈ റേഞ്ചിലും ഈ Mac 2 ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു ക്ലെയിംഡ് റേഞ്ച് ഏകദേശം ഒരു 323 കിലോമീറ്റേഴ്സ് ആണ് ഒരൊറ്റ ചാർജിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 323 ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 280+ റിയൽ വേൾഡിൽ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ടെസ്റ്റുകളിലും ഇപ്പോൾ ഏകദേശം ഇതൊരു നല്ല റേഞ്ച് നമുക്ക് തരുന്നുണ്ട്. 3 റൈഡ് മോഡ്സ് ആണ് അൾട്രാവയലറ്റ് ഈ F77 Mark 2 നൽകിയിരിക്കുന്നത്. അതായത് ഗ്ലൈഡ്, കോമ്പാറ്റ്, ബാലിസ്റ്റിക് എന്നീ 3 മോഡുകളാണ് ഈ വണ്ടിക്കുള്ളത്. അത് പേര് പോലെ തന്നെ ഗ്ലൈഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു വളരെ പവർ കുറഞ്ഞ ഒരു മോഡാണ് ഈ ഗ്ലൈഡ്. നമുക്ക് ജസ്റ്റ് ഒരു ഡേ ടു ഡേ ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു മോഡാണ് ഗ്ലൈഡ്. അത് കഴിഞ്ഞ് നമ്മൾ കോമ്പാറ്റിലേക്ക് മാറുമ്പോഴേക്കും അത് കുറച്ചുകൂടി നമുക്ക് പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കോമ്പാറ്റ് എന്ന മോഡ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ചും കൂടി നമുക്ക് പവർ വേണം, നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോകണം എന്നൊക്കെ തോന്നിയാൽ കുറച്ചും കൂടി ടോർക്കിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മോഡ് കോമ്പാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അല്ല, നമുക്ക് ഓൾ ഔട്ട് വി വാണ്ട് 100 Nm ടോർക്ക് എന്നുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് നേരെ ബാലിസ്റ്റിക്കിലേക്ക് പോകാം. ബാലിസ്റ്റിക് എന്ന മോഡ് ഇറ്റ്സ് എന്താ പറയുക, ഒരു മറ്റുള്ള വണ്ടികളിലൊക്കെ സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന പോലെയാണ് ഇതിൽ ബാലിസ്റ്റിക് മോഡ്. നമുക്ക് ഈ 100 Nm ടോർക്കും ഈ ബാലിസ്റ്റിക് മോഡിൽ ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ആ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്കറിയാം ടോർക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് വരാൻ നേരത്ത് നമ്മൾ ഈ ആക്സിലറേറ്റർ തിരിക്കുമ്പോൾ ആ ടോർക്ക് പുൾ ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ബാലിസ്റ്റിക് എന്ന മോഡ് ഈ വണ്ടിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഏകദേശം 4 മോഡ് ട്രാക്ഷൻ കൺട്രോളും ഈ വണ്ടിയിൽ അൾട്രാവയലറ്റ് നൽകിയിട്ടുണ്ട്. അതിപ്പോൾ റെയിൻ, വെറ്റ്, സാൻഡ് അങ്ങനെ ഏകദേശം 4 മോഡ് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 സ്റ്റെപ്പ് റീജൻ ബ്രേക്കിംഗ്, അങ്ങനെ ഒരുപാട് എയ്ഡ്സ് വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ ഡുവൽ ചാനൽ ABS ഉണ്ട്. അത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഡുവൽ ചാനലാണ്. ഡുവലും മോണോയിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ABSുമാണ് അൾട്രാവയലറ്റ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്.
കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ് അൾട്രാ വയലറ്റ് ഈ F77 Mark IIന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് നമുക്ക് അരോചകമായിട്ടുള്ള രീതിയിലല്ല, നമുക്ക് അത്ര അൺകംഫർട്ടബിളുമല്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ്. ഇതിൻ്റെ പൊസിഷൻ കുറച്ച് സ്പോർട്ടിയാണ്, എന്നാൽ അത്രയ്ക്ക് അങ്ങ് സ്പോർട്ടിയുമല്ല. അതായത് ഒരു മിഡിലിൽ നിൽക്കുന്നത് ഒരു ന്യൂട്രൽ പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ പെക്സ് ആണെങ്കിലും അത്ര റിയർ സെറ്റ് അല്ല, ഒരു മിഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടി ബാലൻസ് ചെയ്യാനും ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂരത്തിൽ ഓടിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുകളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അൾട്രാ വയലറ്റിന് അതുകൂടാതെ തന്നെ നമുക്കൊരു ഫുൾ TFT സ്ക്രീൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിലാണ് നമ്മൾ ഇതിൻ്റെ മോഡ്സും എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ വണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പ്ലെയിനിനെയൊക്കെ എന്താ പറയുക, അതിനേടൊക്കെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിംഗ്ലെറ്റ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോക്സ് ആണ് വരുന്നത്. ഈ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ജെറ്റിനെ വിസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ വണ്ടി നമ്മളിപ്പോൾ ഓൺ ചെയ്ത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടും അതിനെ നമുക്ക് എന്താ പറയുക, നമുക്ക് അതിനോട് വളരെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗണ്ടും കൂടിയാണ് ഈ വണ്ടിക്ക് അൾട്രാ വയലറ്റ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് എന്ന കാറ്റഗറി ഇനി ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ വളർന്നു വരാൻ പോകുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കാൽവെപ്പ് എന്ന രീതിയിലാണ് അൾട്രാ വയലറ്റ് ഈ F77 Mark II നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗേഴ്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കുമെന്ന്. അത് തന്നെയാണ് നമുക്കിത് ഓടിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. "17" വീൽസ് ആണ് അൾട്രാ വയലറ്റ് ഈ F77 Mark IIന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു 110 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 150 സെക്ഷൻ MRFൻ്റെ ടയേഴ്സാണ് അൾട്രാ വയലറ്റ് ഈ Mark IIന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബ്രയുടെ ബ്രേക്സും ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡുവൽ ചാനൽ ABSലാണ് വരുന്നത്. അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, മോണോ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടിയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടിയുള്ള ഒരു 10 മോഡ് റീജൻ ബ്രേക്കിംഗും കൂടിയുള്ള ഒരു വണ്ടിയാണിത്. അതായത് ബ്രേക്കിങ്ങിലൂടെ വരുന്ന ഫോഴ്സ്, ആ ഒരു എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റി സ്റ്റോർ ചെയ്യാൻ ഈ വണ്ടി ഇതാകും. ഇപ്പോൾ ഒരു ഡൗൺ ഹില്ലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 20-30% വരെയൊക്കെ ഡൗൺ ഹില്ല് പോകാൻ നേരത്തുള്ള ആ ഒരു റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് പവർ ഈ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ മാസീവായിട്ടുള്ള പവർ ഫിഗേഴ്സിലാണ് ഈ വണ്ടി വരുന്നത്. എന്നാൽ നമ്മളുടെ റോഡുകളിൽ വളരെ നന്നായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇതിൻ്റെ മോഡ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ പവർ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓടിക്കണമെങ്കിൽ അങ്ങനെയും ഓടിക്കാം. എന്നാൽ നമുക്ക് ഈ 100 Nm ടോർക്ക് ഫുള്ളി യൂസ് ചെയ്ത് ഓടിക്കണമെങ്കിൽ അങ്ങനെയും ഓടിക്കാവുന്ന രീതിയിലുള്ള പവർ മോഡ്സും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇലക്ട്രോണിക് എയ്ഡ്സും വരുന്നുണ്ട്. ABS, ട്രാക്ഷൻ കൺട്രോൾ, അതുകൂടാതെ തന്നെ ഒരുപാട് അലേർട്ട്സും വരുന്നുണ്ട്. നമുക്കിപ്പോൾ സൈഡ് സ്റ്റാൻഡ് അലേർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതിൽ തൊടുമ്പോഴുള്ള ചെറിയ ചില അലേർട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രോണിക് എയ്ഡ്സുമായിട്ടാണ് അൾട്രാ വയലറ്റ് ഈ വണ്ടിയെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ അൾട്രാ വയലറ്റ് ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാലാരിവട്ടത്താണ് അൾട്രാ വയലറ്റിൻ്റെ പുതിയ ഷോറൂം വരുന്നത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന 9th സെപ്റ്റംബർ 9th അവരുടെ ഇനോഗ്രേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയും വേഗം നിങ്ങൾ അവിടെ ചെല്ലുക, വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് എ ബാങ്ങർ. ഓക്കെ, ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബൈക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ള ബൈക്കുകളെക്കാളും ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ദിസ് ലുക്സ് റിയലി ഗുഡ്. എവിടെ പോയാലും ഒരു ഹെഡ് ടേണറാണ്. ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിട്ട് തന്നെ ഒരുപാട് പേര് വന്ന് ഈ വണ്ടി ചെക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു വണ്ടി കൂടിയാണിത്. അപ്പോൾ please do visit and check out the ultraviolet F77 Mark II, and this is a step towards the future. ഇത് എന്താണ് പറയുക, ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ്. ഇതുപോലുള്ള വണ്ടികൾ ഇനിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും വേഗം കാണാം. അപ്പോൾ സൈനിങ് ഓഫ്, ഓട്ടോടെക് അഡ്വഞ്ചേഴ്സ്.